ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയ ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ രംഗത്ത് വൻ നിക്ഷേപം പ്രഖ്യാപിച്ചുകൊണ്ട് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കായി കപ്പൽശാല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനായി 12 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഏകദേശം 8 ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ഹെൻഡേഴ്സൺ ഡിഫൻസ് പ്രിസിങ്റ്റ് എന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ വികസനത്തിനായാണ് ഈ ഭീമമായ തുക വിനിയോഗിക്കുക. ഇത് വെറുമൊരു സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഓസ്ട്രേലിയയുടെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം കൂടിയാണ്. 2021 ബ്രിട്ടൻ, അമേരിക്ക എന്നിവരുമായി ചേർന്ന് രൂപീകരിച്ച ഓക്കസ് കരാറിന്റെ ഭാഗമായി കൂടിയാണ് ഇതിനെ കണക്കാക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തിയെ ചെറുക്കാൻ ഓസ്ട്രേലിയയുടെ ദീർഘദൂര ആക്രമണശേഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ ആണവ അന്തർവാഹിനികൾ പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ ഓസ്ട്രേലിയയുടെ പക്കലില്ല. എന്നാൽ ഈ പുതിയ നിക്ഷേപത്തിലൂടെ 15 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 അമേരിക്കൻ വിർജീനിയ ക്ലാസ് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനും ഭാവിയിൽ സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കാനും ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നു. ഈ 12 ബില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപം ഹെൻഡേഴ്സൺ കേന്ദ്രത്തെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പ്രതിരോധ ഹബ്ബാക്കി മാറ്റും. ആണവോർജ്ജ അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിനുള്ള ഉയർന്ന സുരക്ഷാ ഡോക്കുകൾ, ഒപ്പം തന്നെ ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ, ഭാവിയിൽ ജപ്പാനിൽ നിന്നുള്ള മെഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കപ്പെടും. അമേരിക്കൻ നാവികസേന അവരുടെ ആണവ അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ കപ്പൽശാഖ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മൊത്തം ചെലവ് ഏകദേശം 25 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ എത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കപ്പൽശാല വികസനം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതിരോധ നവീകരണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ ഏഴായി തന്നെ കരുതാം. ഇതിനു മുമ്പ് ഓഗസ്റ്റിൽ ജപ്പാനിൽ നിന്ന് 11 മെഗാമി ക്ലാസ് ഫ്രിഗേറ്റുകൾ സ്വന്തമാക്കുമെന്ന് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവഴിക്കും. ആദ്യത്തെ 3 ഫ്രിഗേറ്റുകൾ വിദേശത്ത് നിർമ്മിക്കുമെങ്കിലും ബാക്കിയുള്ളവ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിർമ്മിക്കാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതേസമയം ഓക്കസ് കരാറിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് ചില കാരണങ്ങൾ കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സർക്കാർ പ്രവചനങ്ങൾ അനുസരിച്ച് അടുത്ത 30 വർഷത്തിനുള്ളിൽ ഈ പദ്ധതിക്ക് ഏകദേശം 235 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ഈ കരാർ എത്രത്തോളം യോജിക്കുമെന്ന് ചില വിമർശകർ ചോദ്യമുയർത്തിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ പ്രതിസന്ധിയാണ്. എന്നാൽ കരാറിന്റെ ഭാവിയിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് ആത്മവിശ്വാസമുണ്ട്. കാരണം അടുത്തിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഓക്കസ് കരാർ മുന്നോട്ടു പോകുമെന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി മാലസിന് സ്വകാര്യമായി ഉറപ്പു നൽകിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിനോട് മാലസ് നേരിട്ട് പ്രതികരിക്കാൻ വിസമ്മതിച്ചതെങ്കിലും ട്രംപ് ഭരണകൂടവുമായുള്ള തന്റെ ചർച്ചകളിൽ കരാറിനോട് വലിയ പോസിറ്റിവിറ്റിയാണ് കണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ നിക്ഷേപം ഓസ്ട്രേലിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇൻഡോ പസഫിക് മേഖലയിലെ അധികാര സന്തുലനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ രാജ്യത്തെ സഹായിക്കുകയും ചെയ്യും.